ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ലിങ്കണിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ, അതായത് ഒരു 2 വർഷം മുമ്പ് വരെ ലിങ്കണിൽ ആകെ ഉണ്ടായിരുന്നത് ഞങ്ങളൊരു 5 ഫാമിലി മാത്രമായിരുന്നു കാനായക്കാർ. അത് സിബി, മിഥുന്, ജോയി, ഞാന്, ജിജോ. നമ്മളങ്ങ് 5 ഫാമിലിക്കാർ മാത്രമാണ്. പക്ഷെ 5 ഫാമിലിക്കാർ മാത്രം ഞങ്ങൾ വല്ലപ്പോഴൊക്കെ കൂടാറുണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ ഒരു ഹോളൊക്കെ ബുക്ക് ചെയ്തിട്ട് ഒരു എന്താണ് പറയണ്ടത്, ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ, ഒരു ക്രിസ്മസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടത്തി ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ അത് സാധിക്കാനുള്ള കാരണം ഈ 2 വർഷത്തിനുള്ളിൽ ഇവിടെ വന്ന കാനായക്കാർ മാത്രമാണ്. നിങ്ങളുടെ സഹകരണം, നിങ്ങളിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇനിയും ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ്. എന്താണേലും നമുക്ക് ക്രിസ്മസിന്റെ ഒരു ഗെറ്റ് ടുഗദറിനായിട്ട്, അതായത് പല ബുദ്ധിമുട്ടുകളും സഹിച്ച്, അതായത് ഡ്യൂട്ടിയെല്ലാം സ്വാപ്പ് ചെയ്ത് ചിലർക്കൊക്കെ വരാൻ പറ്റാത്തവരുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരൊക്കെ എങ്ങനെയൊക്കെയോ ട്രൈ ചെയ്ത് ഈ പ്രോഗ്രാമിലേക്ക് വരാനായിട്ട് തയ്യാറായി. കാരണം നമ്മൾ ലിങ്കിൽ നിന്ന് ആരും വിട്ടുപോയിട്ടില്ല കേട്ടോ, എല്ലാവരും ഉണ്ട് ഇവിടെ. എക്സെപ്റ്റ് നമുക്ക് ഒരു ഒച്ചപ്പാടാണോ? ഓക്കെ. അപ്പം നമുക്ക് ഇന്നിവിടെ നമ്മുടെ കൂടാനുള്ള കാരണം യേശു ക്രിസ്തുവിന്റെ ജനനപ്പിറവി ഓർക്കുവാനുള്ള ഒരു ദിവസമായിട്ടാണ്, അല്ലെ? യേശു ക്രിസ്തുവിന്റെ ജനനപ്പിറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതിയ ദിവസം, അതായത് പുതിയൊരു വർഷം നമുക്ക് തരികയാണ് യേശു ക്രിസ്തുവിന്റെ ജന്മത്തോടുകൂടി. യേശു ക്രിസ്തു ജനിക്കും എന്ന് പറഞ്ഞത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ ഒത്തിരി പാപവും വിക്കറ്റ്നെസ്സും ഒരുപാട് കൊലകളും കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? അന്ന് ലോകത്തിൽ ഒരു പ്രളയം സൃഷ്ടിച്ചു. പ്രളയം. ആ പ്രളയത്തിനകത്ത് നോഹയ്ക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് ഒരു പേടകം തീർത്തു. അതിനകത്ത് നോഹയും നോഹയുടെ 3 ആൺമക്കളും ഫാമിലിയും പിന്നെ ഇവിടെയുള്ള എല്ലാ ജന്തുക്കളും മൃഗാദികളെയും അതിനകത്ത് കയറ്റി പ്രളയം സൃഷ്ടിച്ച് ലോകത്തിലുള്ള എല്ലാ ജനതയെയും ഇല്ലാതെയാക്കി. പിന്നീട് അന്ന് നോഹയിലൂടെ പുതിയൊരു ജനത ഈ ലോകത്ത് ഉത്ഭവിച്ചു വന്നു. അന്ന് ദൈവം ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. എന്താണ് പ്രോമിസ്? നിങ്ങൾക്ക് ഒരു രക്ഷകനെ ഞാൻ തരും, ലോകത്തിന് വേണ്ടിയിട്ട് ഒരു രക്ഷകനെ ഞാൻ തരും എന്നൊരു പ്രോമിസ് കൊടുത്തു. അതായത് നമ്മൾ ഇന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു യേശുവിനെ ഓർക്കുവാനായിട്ട് ഇന്നിവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് അന്ന് നമ്മുടെ ദൈവം പ്രോമിസ് ചെയ്ത തന്റെ സ്വന്തം മകനെ ഭൂമിയിലേക്ക് ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നിരിക്കുകയാണ്, അല്ലെ? ഇന്നിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ 2000 വർഷങ്ങളായിട്ട് ഒരാളുടെ, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പേഴ്സന്റെ പേരിൽ ലോകം മുഴുവൻ ആചരിക്കുന്ന ഒരു ബർത്ത്ഡേ ആണ് ഏത്? ക്രിസ്തുമസ്, അല്ലെ? വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ ഇന്ന് വരെ ലോകം മുഴുവനും ഇത്രയും വലിയ ആഘോഷം നടന്നിട്ടുണ്ടോ? ഇല്ല, അല്ലെ? ഇതുവരെ നടന്നിട്ടില്ല. 2000 വർഷങ്ങളായിട്ട് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും 2000 അല്ല 10000 വർഷം കഴിഞ്ഞാലും അത് നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആരെങ്കിലും യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? നേരിട്ടില്ല, അല്ലെ? പക്ഷെ നമ്മൾ എന്തിനാണ് ഇന്നിവിടെ ഗെറ്റ് ടുഗദറായിട്ട് കൂടിയിരിക്കുന്നത്? നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് കിട്ടിയ പൈതൃകം അത് നമ്മൾ മനസ്സിലാക്കി, ആ ഒരു മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഗെറ്റ് ടുഗദറായിട്ട് കൂടിയിരിക്കുന്നത്, അല്ലെ? അതുപോലെ നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെ? ഒരു പ്രത്യേക സമുദായമാണ് നമ്മൾ, അല്ലെ? പ്രത്യേക സമുദായമാണ്. അതായത് വിശുദ്ധ പത്താഭിഷേകത്തിന്റെ സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയ ഒരു അധികാരമാണ് എന്ത്? കോട്ടയം രൂപത. ആ കോട്ടയം രൂപത ഇന്ന് കോട്ടയം അതിരൂപതയായി, അല്ലെ? കോട്ടയം അതിരൂപതയിൽപ്പെട്ട ഏതൊരു വ്യക്തികളും ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി കഴിഞ്ഞാലും, അതായത് നമ്മളൊരു വടവൃക്ഷം പോലെ പന്തലിച്ച് പടർന്നു കിടക്കുന്ന
ഒരു സമുദായമാണ് അല്ലെ. ലോകത്തിന്റെ ഏതൊരു മൂലയ്ക്ക് പോയാലും ജ്ഞാനായക്കാരില്ലാത്തൊരു സ്ഥലമില്ല. ഉണ്ടോ? ജ്ഞാനായക്കാരില്ലാത്തൊരു സ്ഥലമില്ല. എല്ലായിടത്തും ജ്ഞാനായക്കാരുണ്ട്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ ജ്ഞാനായത്വം പൈതൃകം കാത്തു സൂക്ഷിച്ച് നമ്മള് പരസ്പരം സഹോദരി സഹോദരന്മാരെ പോലെ ഒരു ചോരയായിട്ട് ഒന്നിച്ചു ചേർന്ന് ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് അല്ലെ. ഇന്ന് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സമുദായമുണ്ടോ ഇത്രയും ഒത്തൊരുമയില്, ഇത്രയും സഹോദര സ്നേഹത്തില്, ഇത്രയും ബഹുമാനത്തില് പോകുന്ന ഒരു സമുദായം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ ഐക്യം, അതാണ് നമ്മുടെ ജ്ഞാനായത്വം എന്ന് പറയുന്നത്. ആ ജ്ഞാനായത്വത്തിൽ അടിയുറച്ച് നിൽക്കുക. അതുപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന മക്കളെ ജ്ഞാനായത്വം എന്താണെന്ന് പഠിപ്പിക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് കൂടുന്നത്. നമുക്ക് ഇന്ന് ഇവിടെ ഗ്രൂപ്പായിട്ട് കൂടേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? നമുക്കിവിടെ ലിങ്കൺ മലയാളി അസോസിയേഷൻ ഉണ്ട് അല്ലെ. നമുക്ക് അവിടെ പോയാൽ മതി. പക്ഷെ നമ്മളിവിടെ കൂടാനുള്ള കാരണം നമ്മുടെ ജ്ഞാനായത്വം എന്താണ് എന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ മേലിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് അല്ലെ. അത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക. മക്കളെ, നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ ഗ്രോണപ്പായിട്ടുള്ള പിള്ളേരോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ജ്ഞാനായത്വം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആ ജ്ഞാനായത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. ആ ജ്ഞാനായത്വം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അറിയത്തില്ലെങ്കിൽ നമ്മുടെ പേരൻസിനോട്, അപ്പനോടും അമ്മയോടും ചോദിച്ചു മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷത്തോടു കൂടി ഇന്ന് എല്ലാവരും കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും നല്ല സ്മൈലിംഗ് ആണ് അല്ലെ. സന്തോഷത്തോടു കൂടി എല്ലാവരും സ്മൈൽ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? എല്ലാവരും ഹാപ്പിയാണ്. അതുകൊണ്ടാണ്